കൊല്ലം അഞ്ചലിൽ പോലീസുകാരന്റെ ബുള്ളറ്റ് കത്തിച്ച കേസിൽ വഴിത്തിരിവ്. സംഭവത്തിൽ സൂര്യനാട് സ്വദേശി ആരതി, ഇടുക്കി സ്വദേശിനി ഗായത്രി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസുകാരനായ വിവേകും ആരതിയും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് ബൈക്ക് കത്തിക്കലിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു പുനലൂരിൽ നിന്നും വിവരങ്ങളുമായി. മനോജ്, ഇതെന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്? എന്താണ് ഈ ബൈക്ക് കത്തിക്കാനുള്ള വിരോധത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്? ഹലോ, പറയാം. ഞായറാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ആർച്ചൽ പാലാവിള വീട്ടിൽ വിവേകിന്റെ വീട്ടുമുറ്റത്തിരുന്ന ബുള്ളറ്റാണ് തീവച്ച് നശിപ്പിക്കുന്നത്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് വിവേക്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ചൂരനാട് ഇടപ്പന പാറക്കടവ് നെരിയമ്പള്ളിയിൽ ആരതി, 26 വയസ്സുള്ള ആരതിയും വിവേകും തമ്മിൽ ഉള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് ആരതിയുടെ സുഹൃത്തും ഈ കൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ളതായ ഇടുക്കി കൽത്തൊട്ടി വിളിനാങ്കട്ടം നെല്ലിമൂട്ടിൽ വീട്ടിൽ 26 വയസ്സുള്ള ഗായത്രി മോഹനൊപ്പം ഏരൂരിൽ എത്തുന്നത്. അങ്ങനെയാണ് ഇവർ രാത്രിയിൽ ബൈക്കിന് തീപിടിച്ചത്. പക്ഷേ ഈ ബൈക്ക് കത്തി നശിച്ചുവെങ്കിലും വ്യക്തമായ യാതൊരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യാതൊരു തെളിവുകളും ലഭിച്ചില്ല. അപ്പോഴാണ് CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തെ കുറിച്ച് പോലീസ് തിരിക്കുന്നതും CCTV ദൃശ്യങ്ങൾ 2 സ്ത്രീകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിക്കുകയും, എന്നാൽ ആ ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ അന്വേഷണം വീണ്ടും വഴിമുട്ടിയ സാഹചര്യത്തിൽ പോലീസിന്റെ അടുത്ത അന്വേഷണം ഇവിടെ ഇവർ ഓട്ടോറിക്ഷയിൽ എത്തി എന്നുള്ള സൂചന അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുകയും ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗൂഗിൾ പേ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുകയും ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സഹായത്തോടു കൂടി ഇവരുടെ ചിത്രങ്ങൾ കമ്പ്യൂട്ടർ സഹായത്തോടെ രൂപകൽപ്പന ചെയ്തു. അത് ഇവരാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പോലീസ് അന്വേഷണം വിവരപ്പെടുത്തുന്നതും ഈ പ്രതികളെ പിടികൂടുന്നതും. സംഭവത്തിന് ശേഷം ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ലഘുലേഖ പോലെ ഒരു എഴുത്ത് ഇവിടെ വെച്ചിരുന്നു. ഇത് പോലീസിനെ വഴിതെറ്റിക്കുന്ന നിലയിലാണ് അന്വേഷണം അത്തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. ആ സംഘടനയുമായി ബന്ധപ്പെട്ടവർ എത്തി നടത്തിയ പോലീസിന് നൽകിയ മൊഴി നൽകലിലാണ് അങ്ങനെ ഒരു സംഭവം ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും മറ്റൊരു തരത്തിലേക്ക് വീണ്ടും അന്വേഷണം വ്യാപിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ 2 പ്രതികളും പോലീസിന്റെ പിടിയിലാകുന്നത്. സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി മടങ്ങിപ്പോകുന്ന വഴി ഇതിൽ ഒരാൾ വിഷം കഴിക്കുകയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണമാണ് ASP ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും വിശദമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും. എന്നാൽ അവിടെ എത്തിയ പ്രതികളുടെ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചിത്രീകരിക്കാൻ കഴിയാത്ത നിലയിൽ വളരെ സുരക്ഷിതയോടെ മുഖമൊക്കെ മൂടിക്കിട്ടി വളരെ സുരക്ഷിതമായ നിലയിലാണ് പോലീസ് എത്തിയത്. ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതും ഒരു പ്രതിഷേധത്തിന് ഇട നൽകിയിരുന്നു. ടോം, വ്യക്തമാണ്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ആസൂത്രിതമായിട്ടാണ് ഈ പോലീസുകാരൻ്റെ വാഹനം കത്തിച്ചതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതായത് ഈ പോലീസുകാരനും ഈ പെൺകുട്ടിയും ആരതിയും തമ്മിൽ ചില അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് അത് വലിയ വ്യക്തിപരമായ വിരോധത്തിലേക്ക് മാറുന്നു. അതിൻ്റെ പകയിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ആക്രമണമാണ് ഇതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.